ഹൈഡാ, 8ാം ക്ലാസ് മാത്സിലെ 4 മാർക്കിന് ചോദിക്കാൻ പറ്റിയ 2 അടിപൊളി ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഇന്ന് വന്നത്. ഏത് ചാപ്റ്റർ എന്നറിയോ? ഒന്ന് നമ്മുടെ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്ന ചാപ്റ്ററും അടുത്തത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സും. സ്ഥിതി വിവരക്കണക്ക്, ചതുർഭുജ പരപ്പ്, ഈ 2 ചാപ്റ്ററിന് ഓരോ ക്വസ്റ്റ്യൻ ആണ്. രണ്ടും വലിയ ക്വസ്റ്റ്യൻസ് ആണ്. നല്ലതുപോലെ ചെയ്തു പഠിക്കുക, വലിയ മാർക്കിന് പരീക്ഷയ്ക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ദ പെരിമീറ്റർ ഓഫ് എ റോംബസ് ഈസ് 100 സെന്റിമീറ്റർ. വൺ ഓഫ് ദ ഡയഗണൽ ഈസ് 40 സെന്റിമീറ്റർ. 2 ഡാറ്റ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്നു, ബാക്കി 3 ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിക്കുന്നു. എന്ത് പരിപാടി അല്ലേ? 2 തന്നിട്ട് 3 നമ്മളോട് ചോദിക്കുക അല്ലെ? തിരിച്ചല്ലേ തരണ്ടേ? അല്ല, ഇത് തന്നെ ധാരാളമാണ്. ഈ തന്ന ഡാറ്റ തന്നെ ധാരാളമാണ് മക്കളെ ആ 3 ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ. നോക്കാം, നമുക്കൊന്ന് ചെയ്തു നോക്കാം, എവിടെ എത്തും നോക്കാലോ. എന്താണ് തന്നത് നോക്കിക്കോ. ആദ്യം പറയുന്ന ഡാറ്റ ഒരു സമഭുജ സാമാന്തരികമാണ്. നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇത് ഏത് ഷേപ്പാ നോക്കുക. നമ്മൾ ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ക്വാഡ്രിലാറ്ററൽ പഠിക്കുന്നില്ലേ? അതിൽ ഏത് ക്വാഡ്രിലാറ്ററലാണ് അവർ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്, അതായിരിക്കണം ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ കാര്യം മനസ്സിലായി, സമഭുജ സാമാന്തരികമാണ്. ആള് നമ്മുടെ റോംബസ് എന്ന് പറയുന്ന ആളാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഹീറോ. ഈ ചങ്ങാതിയുടെ ചുറ്റളവാണ് 100 സെന്റിമീറ്റർ. ചുറ്റളവ്, പെരിമീറ്റർ, 4 സൈഡും കൂടെയാണ് 100. അങ്ങനെയാണെങ്കിൽ ഒരു വികരണത്തിന്റെ നീളം 40 ആണെന്നും അവർ തരുന്നുണ്ട്. എന്നിട്ട് ABC എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നു. കണ്ടുപിടിക്കേണ്ടത് ഒരു വശത്തിന്റെ നീളം. മക്കളെ, റോംബസ് എന്താണെന്ന് അറിയാത്ത ആരുമില്ലല്ലോ. റോംബസ് എന്താ? നമ്മുടെ പാരലോഗ്രാം ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന ആള്. എടാ, പാരലോഗ്രാം ഇല്ലേ? പാരലോഗ്രാം ഇതാ ഇങ്ങനെ കുറച്ച് ചരിച്ച്, പാരലോഗ്രാം എന്നെ ചരിച്ചിട്ടല്ലേ, 4 സൈഡിനും ഒരേ വലുപ്പമുള്ള, 4 വശങ്ങൾക്കും ഒരേ വലുപ്പം വരുന്ന നമ്മുടെ സാമാന്തരികം അല്ലെങ്കിൽ പാരലോഗ്രാം, അതല്ലേ നമ്മുടെ റോംബസ് എന്ന് പറയുന്ന ആള്. സമഭുജ സാമാന്തരികം. ഈ 4 സൈഡിനും ഒരേ വലുപ്പമായിരിക്കേ. ഓക്കെയാണേ. അങ്ങനെ 4 സൈഡും കൂടെ കൂട്ടിയാലാണ് അവർ പറയാണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ഈ 4 സൈഡും കൂടെ കൂട്ടിയാൽ അല്ലടാ പെരിമീറ്റർ കിട്ടുക. ആ പെരിമീറ്റർ 100 സെന്റിമീറ്റർ ആണെന്ന് പറയുന്നു. ഞാനിങ്ങനെ PM എന്ന് എഴുതി വെക്കുന്നില്ല. നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതി വെക്കോ? ചെയ്യരുതേ. നമ്മളെന്താ ചെയ്യേണ്ടത്? മുഴുവനായിട്ട് എഴുതുക കേട്ടോ. ചുറ്റളവ് എന്ന് കംപ്ലീറ്റ് ആയിട്ട് എഴുതണേ. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് എന്ന് മുഴുവനായിട്ട് തന്നെ എഴുതുക. പെരിമീറ്റർ. റെഡിയാണേ? നമുക്കൊരു പിശുക്കും വേണ്ട, കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. ആ ചുറ്റളവാണ് ആ 100 സെന്റിമീറ്റർ. കണ്ടുപിടിക്കേണ്ടത് ചുറ്റളവല്ല, ക്വസ്റ്റ്യനിൽ തന്നത് ചുറ്റളവാണ്. കണ്ടുപിടിക്കേണ്ടത് ഒരു സൈഡ് ഏതാണെന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചത്. ഒരു സൈഡിന്റെ നീളം 4 സൈഡും കൂടെ 100 ആണെങ്കിൽ ഒരു സൈഡ് സാറേ വേഗം പറയും, ഞങ്ങൾക്ക് ക്ലിയർ ആയി ആയില്ലേ? കിട്ടണം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിൽ വരണം, കാര്യങ്ങൾ ഇങ്ങനെ ക്ലിയർ ആയിട്ട് പോകണം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ നമുക്ക് ഒരു സൈഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? A എന്ന് പറയുന്ന ഒരു സൈഡ് അല്ലെങ്കിൽ താഴെയുള്ള ഒരു സൈഡ് കണ്ടുപിടിക്കാൻ ആ 100നെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4 കൊണ്ട് ഹരിച്ചാൽ മതിയടാ. 4 സൈഡ് ചേർന്നാലല്ലേ 100. അപ്പൊ ഒരു സൈഡ് 25 സെന്റിമീറ്റർ ഉണ്ട്. മക്കളെ, കിട്ടിയിരിക്കുന്നു. ഈ ഒരു സൈഡ് 25 ആണ്. അങ്ങനെ 4 25 ചേർന്നിട്ടാണ് അത് 100 സെന്റിമീറ്റർ ആയിട്ട് മാറിയത്. എ ക്വസ്റ്റ്യൻ സോൾവ്ഡ്. ഒരു വശത്തിന്റെ നീളം എത്ര എന്നായിരുന്നു ചോദിച്ചത്? ഒരു വശത്തിന്റെ നീളം നമ്മൾ കണ്ടുപിടിച്ചു, 25 ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ വികരണത്തിന്റെ നീളം എത്രയാ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ സെക്കൻഡ് ഡയഗണൽ? അപ്പൊ ഫസ്റ്റ് ഡയഗണൽ അവർ തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. ഒരു ഡയഗണൽ 40 ആണ് തന്നിട്ടുണ്ട്. രണ്ടാമത്തതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. നമുക്കൊന്ന് വരച്ചു നോക്കാം. ഒരാള് 40 ആണ്. രണ്ടാമത്തെ ആള് എത്രയെന്ന് നമ്മളോട് ചോദിക്കുന്നു. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒരാള് 40 ആണെങ്കിൽ മക്കളെ, നിങ്ങൾക്ക് അറിയാലോ ഡയഗണലിന്റെ പ്രത്യേകത എന്താ? റോംബസിലെ ഡയഗണലിന്റെ പ്രത്യേകത എന്താ? ദേ ആർ എന്താണ്? ബൈസെക്ട്സ് പെർപെൻഡിക്കുലർലി ഈച്ച് അതർ. ബൈസെക്ട്സ് പെർപെൻഡിക്കുലർലി ഈച്ച് അതർ, പരസ്പരം ലംബമായി സമഭാഗം ചെയ്യുന്നു. അപ്പൊ ഇവിടെ 90 ഡിഗ്രി ഉണ്ടാവും. പോരാത്തതിന് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിരിക്കും. ഇത് ഈക്വൽ ആയിരിക്കും, ഇവിടുന്ന് ഇങ്ങോട്ട് ഈക്വൽ. അപ്പൊ അതിൽ ഒരാള് 40 ആന്ന് അവർ പറഞ്ഞിട്ടില്ലേ? അപ്പൊ 40നെ 2 കഷ്ണമാക്കിയാൽ എത്ര വരെടാ? 20ഉം 20ഉം ആയിട്ട് 2 കഷ്ണമായിട്ട് മാറും. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഈ ബാക്കിയുള്ള രണ്ടാമത്തെ ഡയഗണൽ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ആ രണ്ടാമത്തെ ഡയഗണൽ കാണാൻ നമ്മൾ ഈ ഒരു കഷ്ണം കണ്ടുപിടിക്കാം. ആ ഒരു പീസ് കിട്ടിയാൽ അതിന്റെ ഇരട്ടിയാക്കിയാൽ മതി. ഈ കിട്ടിയതിന്റെ അതേപോലത്തെ ഒരു കഷ്ണം ഇവിടെയില്ലേ? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമ്മുടെ ഡയഗണൽ കംപ്ലീറ്റ് ആവും. നിങ്ങൾ ഒന്ന് കണ്ടുപിടിക്കണം. ഒന്ന് കാണാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ഒരു മട്ടത്രികോണം കാണുന്നില്ലേ? ഒരു റൈറ്റ് ട്രയാങ്കിൾ കാണുന്നില്ലേ? 90 ഡിഗ്രി ഒക്കെ ഉള്ള ഒരു അടിപൊളി റൈറ്റ് ട്രയാങ്കിൾ കാണുന്നില്ലേ? ആ റൈറ്റ് ട്രയാങ്കിളിൽ ഹൈപ്പോടെന്യൂസ് ആണ് 25. എങ്ങനെ മനസ്സിലായി? 90 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് കണ്ടാൽ തന്നെ അറിയാം, അത് കർണമാണ്. ഇവിടെ ഒരു 20 ഉണ്ട്. അപ്പൊ നമുക്ക് ഈ മിസ്സായ ആളെ കണ്ടുപിടിച്ചൂടെ മക്കളെ? ആ മിസ്സായ ആളാണ് നമ്മുടെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ. ബി ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോയി നോക്കുകയാണേ. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? √25ന്റെ സ്ക്വയർ പ്ലസ് ആണോ മൈനസ് ആണോ?
മൈനസ്. എന്താ കാരണം? കർണം എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് കാണാൻ മാത്രമേ പ്ലസ് ചെയ്യുള്ളൂ അല്ലെ, അതല്ലേ വലിയ സൈഡ്, ബാക്കി രണ്ടും ചെറിയ സൈഡുകളല്ലേ, അത് കാണാൻ മൈനസ് അല്ലേ ചെയ്യുക. അപ്പൊ 25ന്റെ സ്ക്വയർ മൈനസ് 20ന്റെ സ്ക്വയർ ചെയ്താൽ നമ്മുടെ വികരണത്തിന്റെ പകുതി കിട്ടും, നമുക്ക് ഒരു സൈഡ് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 625 മൈനസ് 400 വരും. 625 400 കുറച്ച് എത്രയാടാ? 225 കിട്ടൂലേ. അപ്പൊ റൂട്ട് 225 എന്ന് പറഞ്ഞാൽ 15 സെന്റിമീറ്റർ. 15 × 15 225 റെഡിയാണ്. അപ്പൊ 15 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുക? ഈ ഒരു കഷ്ണം. ആൻസർ ആയില്ലേ? ഇവിടെ ഉള്ള ഇതാണ് നമുക്കിപ്പോ കിട്ടിയത്, ഇതാണ് നമുക്ക് 15 കിട്ടിയത്. അപ്പൊ അതേപോലത്തെ ഒരു 15 ഇവിടെയും ഉണ്ടാവും. ആ 15 കൂടെ ചേർത്താൽ നമ്മുടെ സെക്കൻഡ് ഡയഗണൽ, രണ്ടാമത്തെ വികരണം D2 എത്ര കിട്ടും? 30 സെന്റിമീറ്റർ ആയിരിക്കും രണ്ടാമത്തെ വികരണത്തിന്റെ നീളം. കിട്ടിയോ? ഐഡിയ മനസ്സിലായോ? ആദ്യം ഒരു ചെറിയ ഭാഗം കണ്ടുപിടിച്ചു, ആ പകുതി കിട്ടി, അതിനെ ഇരട്ടിയാക്കി നമ്മൾ ആൻസറിലേക്ക് പോയി. 30 സെന്റിമീറ്റർ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിരിക്കുന്നു. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, അതിന്റെ പരപ്പളവ് എത്രയെന്നും ചോദിക്കുന്നുണ്ട്, ഏരിയ ചോദിക്കുന്നുണ്ട്. റോംബസിന്റെ ഏരിയ ആണ് ചോദിക്കുന്നത്. റോംബസിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? റോംബസ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കൊരു അഡീഷണൽ പേജ് എടുത്ത് ചെയ്യാം. ഇവിടെ നോക്കേ, റോംബസിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താടാ? ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് D1 D2. ഡയഗണൽ കൈ കിടക്കല്ലേ, പിന്നെ ഇപ്പൊ എന്ത് നോക്കാനാ? ഹാഫ് D1 D2 കൊടുത്താൽ മതി. അപ്പൊ ഹാഫ് ഇൻറ്റു, ഇത് സെറ്റ് അല്ല കേട്ടോ, ഇതിന്റെ ഈക്വൽ ആണേ. എന്ത് ഈക്വൽ അല്ലേ കൊടുത്തേ? ഇന്ന് നോക്കിക്കോ, ഈക്വൽ. നിങ്ങൾ എങ്ങനെയാണ് ഈക്വൽ ഇടല്? സെറ്റ് പോലെ ഇടല്. അപ്പൊ നമ്മൾ ഈക്വൽ കൊടുത്തു, ബാക്കി നമുക്ക് നോക്കാം. ഹാഫ് D1 എന്ന് പറഞ്ഞാൽ ഒരു ഡയഗണൽ 40 ആയിരുന്നു. D2 രണ്ടാമത്തെ ഡയഗണൽ 30 ആണ്. അപ്പൊ രണ്ടാളും നമ്മുടെ കയ്യിലുണ്ട്. ഹാഫ് ഇൻറ്റു 40 ഇൻറ്റു 30. അപ്പൊ 2ഉം 40ഉം കൂടെ കട്ട് ചെയ്താൽ നമുക്ക് 20 ആവൂലേ. ഇനി 20 30 ഗുണിച്ചാൽ ആൻസർ ആയി. അതിൽ 2ഉം 3ഉം കൂടെ ഗുണിച്ചാൽ 6 ആണ്. 2 0 ബാക്കിയുണ്ട്. 600 cm സ്ക്വയറിന് നമുക്ക് ആൻസർ കിട്ടും. 600 സെന്റിമീറ്റർ സ്ക്വയർ. ഹാഫ് D1 D2 അര 40 ഇൻറ്റു 30 ആണ് നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. ഇങ്ങനെ നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാം. 3 സബ് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിലൊന്നും ഒരു വിഷയമുള്ള കാര്യമേ അല്ല. നമുക്ക് 1 by 1 ആക്കി നോക്കിയാൽ എല്ലാം നമുക്ക് ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കുക, വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കുക, എന്നിട്ട് അറ്റൻഡ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇങ്ങനെ നമുക്ക് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തെടുക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അല്ല, അടുത്തത് നമ്മുടെ വേറെ ഒരു ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത്തിരി വലിയ ക്വസ്റ്റ്യൻ ആണ്. എന്താണിത്? സ്റ്റാറ്റിസ്റ്റിക്സിലെ ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് അറിയില്ല, എന്തൊക്കെയാ അല്ലെ, കുറേ ഡാറ്റ തരും. ഈ ഡാറ്റ മൊത്തം നമ്മൾ ടേബിളൊക്കെ ചെയ്ത് ഉണ്ടാക്കിയെടുക്കണ്ടേ. ഇത് എന്താ തന്നത്? 45 കുട്ടികളുടെ വെയിറ്റാ തന്നത്. കിലോഗ്രാമിൽ കൊടുത്തത് കേട്ടോ. 45 കുട്ടികളുടെ വെയിറ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കേണ്ടത്? ആവൃത്തി പട്ടിക തയ്യാറാക്കി ആവൃത്തി ചതുരം വരയ്ക്കുക. എന്താണ് ഈ ആവൃത്തി ചതുരം എന്നൊക്കെ പറഞ്ഞാ? ഹിസ്റ്റോഗ്രാം. അതാണ് കേട്ടോ ആവൃത്തി ചതുരം. അപ്പം നമുക്ക് ഫ്രീക്വൻസി ടേബിൾ ഉണ്ടാക്കണം, അതിനുശേഷം നമുക്ക് ഹിസ്റ്റോഗ്രാം വരയ്ക്കണം. നിങ്ങൾ എങ്ങനെയാണ് അതിന്റെ ടേബിൾ ഉണ്ടാക്കുക? ഈ ടേബിൾ ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്, നല്ലവണ്ണം നോക്കണേ. നിങ്ങൾ ആദ്യം നോക്കേണ്ടത്, നിങ്ങൾ ആ ടേബിൾ ചെയ്യാൻ വേണ്ടി ക്ലാസ് എഴുതണ്ടേ? ഇത്ര മുതൽ ഇത്ര വരെ, ഇത്ര മുതൽ ഇത്ര വരെ നമ്മൾ ഇങ്ങനെ കൊടുക്കാറില്ലേ? ഭാരം എഴുതണ്ടേ? അങ്ങനെ നിങ്ങൾ ഭാരം എഴുതാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഇതിൽ ഏറ്റവും ചെറുത് ഏതാ നോക്കുക. നമുക്കൊരു റേഞ്ച് മനസ്സിലാവും, എവിടെ വരെ കൊടുക്കണം എന്ന് മനസ്സിലാവും. നോക്കണേ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഇപ്പോൾ ഏത് റേഞ്ചിലുള്ളത്? ഇവിടെ ആദ്യത്തെ വരിയിൽ ഏറ്റവും ചെറുത് നമുക്ക് 31 കാണാം. ഇവിടെ ഒരു 31 ഉണ്ട്. ബാക്കി രണ്ടാമത്തെ വരിയിൽ അതിനേക്കാൾ ചെറിയ ആളൊന്നും ഇല്ലല്ലോ. മൂന്നാമത്തെ വരിയിലും അതിനേക്കാൾ ചെറുതൊന്നും കാണുന്നില്ല. നാലാമത്തെ വരി ഓക്കെ, അഞ്ചാമത്തെ വരി ഓക്കെ. അപ്പൊ ഏറ്റവും ചെറുത് 31 ആണ്. ഇനി ഏറ്റവും വലിയ ആളാരാ? ഒന്നാമത്തെ വരിയിൽ തന്നെ ഏറ്റവും വലിയ ആള് 75 ആണ്. അടുത്ത വരിയിൽ അതിനേക്കാൾ വലിയ ആളെ ഞാൻ കാണുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ? തപ്പിക്കോ. 75-നേക്കാൾ വലിയ ഒരാൾ ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ? 75-നേക്കാൾ വലുത് ഇല്ലല്ലോ. അപ്പൊ 75 ഏറ്റവും വലുത്, 31 ഏറ്റവും ചെറുത്. അപ്പൊ നമുക്ക് ഏതാണ്ട് ഒരു റേഞ്ച് മനസ്സിലായി. ഏത് റേഞ്ചിലാണ് നമ്മുടെ ആൻസർ കിടക്കുന്നത്? ഒരു 30-ന്റെയും ഒരു 80-ഉം പിടിച്ചാലോ? നമുക്കൊരു ഓർഡറിൽ പോവാം. ഒരു 30 മുതൽ ഒരു 80 വരെയുള്ള റേഞ്ച് പിടിക്കാം. 30-ന്റെ മുകളിലാണ്, 80-നേക്കാൾ താഴെയാണ് ആൻസർ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു റേഞ്ചിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 5-5-5-ന്റെ ക്ലാസ് ആക്കി മാറ്റട്ടോ. അങ്ങനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ 30 to 35 അങ്ങനെ പോവുകയാണെങ്കിൽ എന്തായാലും അങ്ങനെ പോവുകയാണെങ്കിൽ കുറെ വലിപ്പം കൂടി പോകും ടേബിൾ വരയ്ക്കുന്ന സമയത്ത്. അപ്പൊ നമുക്കൊരു 10 ഡിഫറൻസിൽ എടുക്കാം. അപ്പൊ 30 മുതൽ 80 വരെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്, ടേബിൾ വരയ്ക്കാൻ പോവാണ്. നല്ലവണ്ണം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വന്നാൽ 4 മാർക്ക് ഉണ്ടാവും, ചെയ്ത് പഠിക്കണേ. അപ്പൊ നമ്മൾ ആദ്യം ടേബിൾ വരച്ചു വെക്കുന്നു. ഇതാണ് നമ്മുടെ ടേബിൾ. ഈ ടേബിളിൽ നമ്മൾ ഡാറ്റാസ് കൊടുക്കാൻ പോവാണ്. ഒന്നാമത്തെ കോളത്തിൽ നമുക്ക് എന്ത് എഴുതി വെക്കാം? ഭാരമല്ലേ, വെയിറ്റ് അല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ വെയിറ്റ് ആണ് എഴുതുന്നത്, ഭാരം എഴുതി വെക്കുകയാണ്. അതെങ്ങനെയാ? വെയിറ്റ് നമ്മൾ കിലോഗ്രാമിലാണ് തന്നത് വെയിറ്റ്. അപ്പൊ നമ്മൾ കിലോഗ്രാമിൽ വെയിറ്റ് എഴുതാം.
3 ഗോളാണ് നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചത്. 3 ഗോളാക്കി ചെയ്യാം. രണ്ടാമത്തിൽ നമുക്ക് ഏത് എഴുതാം? രണ്ടാമത്തെ കോളത്തിൽ നമുക്ക് ടാലി എന്നുള്ള കാര്യം എഴുതാം കേട്ടോ. നമ്മുടെ അടയാളം എഴുതി വെക്കാറില്ലടാ, ടാലി ആക്കി എഴുതി വെക്കാറില്ലേ? ഇങ്ങനെ വരച്ച് നിങ്ങൾക്ക് അറിയുന്നല്ലേ. 5 വരുമ്പോൾ നമ്മൾ ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ ക്രോസ് ആക്കി ഡയഗണൽ ആക്കി വരയ്ക്കും, ആ പരിപാടി. അപ്പോൾ ഓക്കെ, രണ്ടാമത്തത് നമുക്ക് ടാലി ആക്കി ചെയ്യാം. രണ്ടാമത്തത് അടയാളം രണ്ടാമത്തതാണ്, അതും നമുക്കൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം, അടയാളം. ഇനി മൂന്നാമത്തെ ഏതാ? മൂന്നാമത്തെ ആള് അത് നമ്മൾ എന്താ? ഫ്രീക്വൻസി എഴുതുക, ആവൃത്തി എഴുതി വെക്കാൻ. മൂന്നാമത്തത് ഫ്രീക്വൻസി, ആവൃത്തി. നിങ്ങൾ മുഴുവനായിട്ട് ചെയ്യണം കേട്ടോ. മുഴുവനായിട്ട് ചെയ്യണം. ഇംഗ്ലീഷുകാർ ഫ്രീക്വൻസി എന്ന് എഴുതുക, മലയാളക്കാർ ആവൃത്തി. നമുക്ക് 3 കോളമാക്കി ചെയ്യാം. ഇനി ഈ കോളത്തിലേക്ക് വേണ്ട ഡാറ്റ നമ്മൾ ടേബിൾ ആക്കുന്ന സമയത്ത് നമുക്കറിയാം 30 മുതൽ 40 വരെ നമുക്ക് ഒരു വിഭാഗം ഉണ്ടാക്കാം. ഒരു ക്ലാസ് 30 മുതൽ 40 വരെ എടുക്കാം. അടുത്തത് 40 to 50. ഞാൻ എന്തിനാ 30 തുടങ്ങി നിങ്ങൾക്ക് അറിയാലോ. ഏറ്റവും ചെറിയ നമ്പർ 30 ആണ്, അത് നോക്കി പിടിച്ചതാണ്. അപ്പൊ 40 to 50, 50 to 60, 60 to 70, 70 to 80. ഈ ഒരു റേഞ്ചിൽ നമ്മൾ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുന്നു. ഇനി നമുക്ക് ടാലി വെച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് നോക്കാം. ഓരോന്നായിട്ട് നോക്കണം. എത്ര എണ്ണം നോക്കാണ്ട്? 45 എണ്ണം നോക്കാണ്ട്. കളരരുത് രാമൻകുട്ടി, നമുക്ക് ചെയ്യണം. നോക്കിക്കോണേ. 41, 52, 41. നമുക്ക് ഓരോന്ന് എഴുതി വെക്കാം. ആദ്യം 41 എവിടെ വരിക? 40 50 ഇടയിൽ 41 ഒന്ന് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 52, വീണ്ടും 41. 52 ഉണ്ട്, 41 ഉണ്ട്. 52 ഇവിടെ, 41 വീണ്ടും വന്നു ഇവിടെ. നെക്സ്റ്റ് നമുക്ക് വരുന്ന ഏതാ? ഞാൻ താഴത്തേക്കാണ് നോക്കുന്നത്, ഞാൻ താഴെയാണ് നോക്കി പോകുന്നത്. അപ്പൊ 41 ഇനി 53ഉം 69ഉം 5 3 6 9, 5 3 ഇവിടെ, 6 9 ഇതുകൊണ്ട് ഇവിടെ. ഇത്രയും കിട്ടിയേ. അപ്പൊ ഒരു കളി കഴിഞ്ഞു. രണ്ടാമത്തിലേക്ക് പോവാം. 31 40, 30ന്റെ 40ന്റെ ഇടയിൽ 31. 40 എവിടെയാണ് മാർക്ക് ചെയ്യുക? അതൊരു പണിയാണല്ലോ. 40 എവിടെയാണ് മാർക്ക് ചെയ്യുക? 30 to 40 40 to 50 40 മാർക്ക് ചെയ്യാം. എവിടെയാണ് നമ്മൾ 40 മാർക്ക് ചെയ്യേണ്ടത്? 30 to 40 ആണോ 40 to 50 ആണോ? 40 to 50 40 മാർക്ക് ചെയ്യേണ്ടത്. മാറിപ്പോവരുത്. 30 to 40 മാർക്ക് ചെയ്യൂല. ആ രണ്ടാമത്തേലാണ് മാർക്ക് ചെയ്യേണ്ടത്. 40 to 50 40 മാർക്ക് ചെയ്യേണ്ടത്. തെറ്റിപ്പോയരുത്. ആകെ തെറ്റാൻ ചാൻസ് ഉള്ള ഒന്ന് അത് മാത്രമേ ഉള്ളൂ, അത് നിങ്ങൾ തെറ്റിക്കരുത്. അപ്പൊ 40 കിട്ടി. ഇനി 59 64, 5 9, 5 9 6 4 അതും നമ്മൾ മാർക്ക് ചെയ്തു. ഒരാളും കൂടെ അവിടെ ബാക്കിയുണ്ടല്ലോ, 5 7 ബാക്കിയുണ്ട്. ആ 57 എവിടെയാ വരിക? ഇവിടെ വരും 57. ഇത്രയും നമ്മൾ ചെയ്തു. 2 കോളം ഫിനിഷ് ആയി. അടുത്ത് നോക്കട്ടെ, നിങ്ങൾ സ്പീഡ് ചെയ്തു പോണേ. നിങ്ങൾ ആ ടേബിൾ ഇങ്ങനെ നോക്കി നിങ്ങൾ ഇങ്ങനെ മാറ്റി എഴുതി വെക്കണേ, വേഗം ചെയ്തു വെക്കണേ. 48 57 നമുക്ക് അടുത്ത് നോക്കാം. 48 57 രണ്ടെണ്ണം കിട്ടി. 48 57. 46 59 57, 46 59 57 അതും നമ്മൾ മാർക്ക് ചെയ്തു. അപ്പൊ നമ്മൾ എവിടെ എത്തി? മൂന്നാമത്തെ കോളം ഫിനിഷ് ആയി. നെക്സ്റ്റ് നോക്കാം. നാലാമത്തിലേക്ക് പോവാം. 34 43, 34 എവിടെയാ? 34 ഫസ്റ്റ് കളിയിൽ. 43 ദാ ഇവിടെ. 34 43 ഇത് തെറ്റിപ്പോവാനാണ് ചാൻസ്. അറിയാത്ത പ്രശ്നം നമുക്ക് വരൂല. നമ്മളിത് ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ മാറിപ്പോവാനാണ് നമുക്ക് തെറ്റിപ്പോവാം. അപ്പൊ നിങ്ങളിത് പരീക്ഷയ്ക്ക് വരട്ടോ, ഇങ്ങനെ തന്നെ വരെ പരീക്ഷയ്ക്ക്. അപ്പോൾ വേറെ വകുപ്പൊന്നുമില്ല. നമ്മളിങ്ങനെ മെല്ലെ നല്ലപോലെ ശ്രദ്ധിച്ച് മിസ്റ്റേക്ക് ഒന്നും വരുത്താതെ ചെയ്തുണ്ടാക്കി എടുക്കുക കേട്ടോ. അപ്പൊ നമ്മൾ 34 43 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 67 43 മാർക്ക് ചെയ്യാം. 67 43, 67 43 അതും മാർക്ക് ചെയ്തു. ഇനി ഇതൊന്നുകൂടെ ബാക്കിയുണ്ടല്ലോ. 67 43 53 നമ്മൾ അവിടെ എത്തിയേ. 53 എത്തി. ലാസ്റ്റ് ഒരു 53 ഉണ്ട്. 53 എവിടെയാ? ഇവിടെ 53 കൊടുത്തു. 5 3 50ന്റെ 60ന്റെ ഇടയിൽ 53 കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 75 61 45, 75 61 45 മൂന്നെണ്ണം. 71 65 ഏതൊക്കെയായിരുന്നു? 71 75 61 അല്ലെ. 75 61 45 തെറ്റിപ്പോയില്ലല്ലോ. 75 61 45 കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് 50 52, 5 0 5 2 50. 50 എവിടെയാ? 50 40 to 50 50 to 60 നമ്മൾ 50 മാർക്ക് ചെയ്യുക. അപ്പൊ 50 മാർക്ക് ചെയ്ത് മാറിപ്പോണ്ട. 52ഉം നമുക്ക് അവിടെ തന്നെ വരും. 52ഉം നമ്മൾ കൊടുത്തു. അപ്പൊ 5 5 10 ആയേ. ആ കളിയല്ലേ ഇങ്ങനെ കൂടുതൽ പോകുന്നത്. 50 to 60 കളിയിൽ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 52 എത്തിയിരിക്കുന്നു. നെക്സ്റ്റ് 39 47, 39 47 39, 39 47 47 കൊടുത്തു. 39 കൊടുത്തു, 47 കൊടുത്തു. അടുത്ത ഏതാടാ? 64 62 56, 64 62 56. ഞാനാണോ നിങ്ങളാണോ ആദ്യം ചെയ്യാൻ നോക്കണേ? നിങ്ങളിത് കൂടെ തന്നെ മാർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പെട്ടെന്ന് എങ്ങനെ ഫിനിഷ് ആവാൻ നോക്കണേ. നമ്മൾക്ക് മാർക്ക് ചെയ്ത് വെക്കേണ്ട 64
62 56 ആണ് ഇനി നമുക്ക് വേണ്ടത്. 64 മാർക്ക് ചെയ്തു. 52 അല്ലല്ലോ, 62 അല്ലെ. ഇനി 62ഉം 56ഉം വേണം. 62 കൊടുത്തു. 56 എവിടെയാ വരിക? ദാ ഇവിടെ വരും 56. അപ്പൊ നമ്മൾ ഇതാ ഇവിടെ എത്തി, 56-ലെത്തി. ഇനി അടുത്ത കളി നോക്കോ, അടുത്ത് നോക്കോ. 45 64 45 എവിടെ? 45 കിട്ടിയിരിക്കുന്നു. 64 മാർക്ക് ചെയ്തിരിക്കുന്നു. 45 കിട്ടി, 64 കിട്ടിയേ. 48 54 54 അതും മാർക്ക് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് 48 കിട്ടി, 54 കിട്ടി, ഒരു 61 കൂടെ ബാക്കിയുണ്ട്. ആ 61 എവിടെയാ? ഇവിടെ 61. കഴിഞ്ഞടാ, ജസ്റ്റ് 2 കൂടെ ഉള്ളൂ, സെറ്റ്. നമ്മൾ തപ്പം തീരും. 41 56. അടുത്ത് നോക്കണേ, 41 56. 41 എവിടെ? 41 56 56 56 അതും മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 52 68 52 6 8 68 അതും കിട്ടിയിരിക്കുന്നു. 55 ആണ് അടുത്തത്. 55. ഇതിപ്പോ 3 കളിയായി. 55 നല്ല പോക്കാണല്ലോ പോകുന്നത്. നിങ്ങൾ ഈ എക്സാമിനല്ല, നിങ്ങളെ സ്കൂളിലൊക്കെ ക്വിസ് മത്സരമൊക്കെ നടക്കുന്ന സമയത്ത് ഇതേപോലെ അല്ലടാ മാർക്ക് ചെയ്യാം. ഇങ്ങനെ ടാലി ആയിട്ട് ഇങ്ങനെ ചെയ്യാറല്ലേ ഓരോ കുട്ടി കിട്ടിയ മാർക്ക്? അതെ അല്ലേ, ഇങ്ങനെ തന്നെയല്ലേ ചെയ്യാറ്? അപ്പോൾ ഓക്കെ, നമ്മളപ്പോൾ അവിടം വരെ എത്തിയിരിക്കുന്നു. 55 വരെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് ഒറ്റ വരയ്ക്കാനുള്ളൂ. 55 47 5 5 4 7 5 5 55 55 എവിടെ? 55 കൊടുത്തു. 47 58 47 ഇവിടെ, 58 ഇവിടെ തന്നെ വീണ്ടും വരുന്നു. നെക്സ്റ്റ് 59 69 കഴിഞ്ഞല്ലോ. 59 എവിടെ? 59 ഇത് തന്നെ. 69 ക്രോസ് ആക്കി വരയ്ക്കുന്നു. ഇത്രയും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ആ നമ്പർ ഒക്കെ ഒന്ന് എഴുതി നോക്കാം, ഫ്രീക്വൻസി എഴുതി നോക്കാം. നിങ്ങൾ ടേബിൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത്രയും ടാലി എഴുതി കഴിഞ്ഞാൽ പിന്നെ നോക്കേണ്ടത് റൈറ്റ് സൈഡിൽ നമ്മൾ ആ ഫ്രീക്വൻസി എഴുതി വെക്കുകയാണ്. ഇവിടെ 3 എണ്ണാണ് ഉള്ളത്. രണ്ടാമത്തത് 5 5 10 3 13 എണ്ണം ഉണ്ട്. അടുത്തത് 5 10 15 3 18 എണ്ണം ഉണ്ട്. നെക്സ്റ്റ് എത്രയാടാ? 5 5 കൂടെ 10 ഉണ്ട്. ലാസ്റ്റ് ഒരു 1 ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് ടോട്ടൽ എത്ര ഉണ്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. ഇവിടുത്തെ ആകെ എത്ര ഉണ്ട് നമുക്കൊന്ന് കൂട്ടി നോക്കാം. എത്രയാണ്? 13 3 ഓർഡർ കൂട്ടണോ? 3 3 6 6 8 14 14 1 15ന്റെ 5 ബാക്കി 1. ആ 1 1 2 1 3 1 4 45 എണ്ണം കറക്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്തത് ഏതാണ്ടല്ല ചെയ്തത് ഓക്കെ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എങ്ങനെയാ? 45 കുട്ടികളുടെ കഥയാണ് അവർ ക്വസ്റ്റിൽ പറഞ്ഞത്. നമ്മൾ മാർക്കൊക്കെ ചെയ്ത് ഒക്കെ നോക്കിയ സമയത്ത് നമുക്ക് 45 തന്നെ വരുന്നുണ്ട്. അപ്പൊ നമ്പർ ഒന്നും തെറ്റിപ്പോയില്ല. നിങ്ങൾ മാർക്ക് ചെയ്തത് മാറിപ്പോയാലേ ഇനി അടുത്ത പ്രശ്നം വരുള്ളൂ കേട്ടോ. അപ്പൊ ഓക്കെയാണേ, നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കുക. ഇപ്പൊ നമ്മൾ ടേബിൾ ഫിനിഷ് ചെയ്തിരിക്കുന്നു. ടേബിൾ ഫിനിഷ് ചെയ്താൽ മാത്രം പോരല്ലോ, എന്തോ ഒന്നുകൂടെ പറഞ്ഞില്ലേ, ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ പറഞ്ഞില്ലടാ. നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടില്ലേ? ആവൃത്തി പട്ടിക തയ്യാറാക്കാൻ പറഞ്ഞിട്ടില്ലേ? നമുക്ക് ആവൃത്തി പട്ടിക നമ്മൾ തയ്യാറാക്കി, ഇനി ആവൃത്തി ചതുരവും തയ്യാറാക്കണം. അതും കൂടെ കഴിഞ്ഞാലേ ആൻസർ ആവുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾ അതിനു വേണ്ടി 2 വരതായി ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ 2 എണ്ണം വരച്ചതിന് ശേഷം മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേ. 2 എണ്ണം വരച്ചതിന് ശേഷം ചെറിയൊരു ട്വിസ്റ്റ് ഇവിടെ ഉണ്ട്. നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന എത്രയില്ല? 30 to 40 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 0 മുതൽ 30 വരെ എവിടെ പോയി? 0 മുതൽ 30 വരെ അവിടെ മിസ്സായി കിടക്കുന്നില്ലേ? അങ്ങനെ നമ്മൾ മിസ്സായി കിടക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ മാർക്ക് ചെയ്യുക? 0 മുതൽ ഇവിടെ മിസ്സായി കിടക്കുന്നില്ലടാ. അത് നിങ്ങൾക്കൊന്ന് ഡിനോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഏരോ മാർക്ക് ഇട്ട് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് കാണിക്കും. അവിടെ ചെറിയൊരു ഭാഗം മിസ്സായിട്ടുണ്ട് എന്ന് കാണിക്കാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഒന്ന് നല്ല വൃത്തിയിൽ എന്താ ചെയ്ത് നോക്കണേ, ചെറിയൊരു പരിപാടി, ഒരു ജസ്റ്റ് ഒരു ആരോ മാർക്ക് ഇട്ട് വെക്കും. അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും 0 മുതൽ 30 വരെയുള്ള ആ ഒരു ഭാഗം നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ എവിടെ തൊട്ടാ തുടങ്ങിയത്? നമ്മൾ 30 to 40 40 to അവിടുന്ന് അങ്ങോട്ടല്ലേ നമ്മൾ ഒരേപോലെ എടുത്തത്. അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം ആ ഒരു ഒരേപോലെ എടുത്ത ഭാഗം അല്ലാത്തൊരു ഭാഗം അവിടെ ഉണ്ടെന്ന് കാണിക്കാനാണ് ചെറിയൊരു ആരോ മാർക്ക് ഇട്ട് വെക്കുന്നത്. പരിപാടി അറിയില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കണേ. അതിനുശേഷം നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ബാക്കി നമുക്ക് കറക്റ്റ് ഓർഡറിൽ മാർക്ക് ചെയ്യാം. ഇതിന് ശേഷം നമുക്ക് ബാക്കി 30 കൊടുക്കാം. 30 to 40 എഴുതാം. 40 to 50 ഈക്വൽ ആയിട്ട് മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ 50 to 60 60 to 70 70 to 80 അങ്ങനെ നമ്മൾ വൃത്തിയിൽ ബാക്കിയെല്ലാം ഈക്വൽ ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് മുകളിലേക്ക് മാർക്ക് ചെയ്യണ്ടേ? മുകളിലേക്ക് മാർക്ക് ചെയ്യാൻ ഏറ്റവും ചെറുത് 1 ആണ്, ഏറ്റവും വലുത് 18 ആണ്. നമുക്ക് തൽക്കാലം 2 4 6 8 അങ്ങനെ തന്നെ മാർക്ക് ചെയ്യാം അല്ലേ? അതിൽ നല്ല 2 4 6 8 10 12 14 ഇത്തിരി വലിപ്പം കുറഞ്ഞോയോ? 16 കുറച്ച് വലിപ്പം കൂട്ടേ, ഇത് ഇത്തിരിയും കൂടെ നീളം കൂട്ടിക്കുന്നേ. അപ്പൊ നമുക്ക് ആൻസർ ആയി 18. എല്ലാ ആളുകളും ആയല്ലോ. 18 വരെയല്ലേ മാക്സിമം ഉള്ളൂ.
18 വരെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഈ ടേബിൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? നമുക്ക് വേണ്ട ഹിസ്റ്റോഗ്രാം വരയ്ക്കാൻ 30 മുതൽ 40 വരെ 3 എണ്ണാണുള്ളത്. 30 മുതൽ 40 വരെ 3 ആണുള്ളത്. അപ്പൊ നിങ്ങൾ 3 മാർക്ക് ചെയ്യുന്ന സമയത്ത് 2ന്റെയും 4ന്റെയും ഇടയിലാണ് 3 വരിക. അപ്പൊ 30 to 40 മാർക്ക് ചെയ്യുന്നത് നോക്കിക്കോണേ എങ്ങനെയാ ചെയ്യുന്നത്. 30 to 40 ഇങ്ങനെ വരും. 30 to 40 ഈ ആദ്യത്തെ ഭാഗത്ത് ഒരു ഒഴിഞ്ഞു വെച്ച് കാണാലോ, അത് മറന്നുകൊണ്ടാ അത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ 30 to 40 നമ്മൾ ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് രണ്ടാമത്തത് 40 to 50 13 ഉണ്ട്. 40 to 50 13 ഒക്കെ എവിടെയാ ഉണ്ടാവുക? 12ന്റെയും 14ന്റെയും നടുവിലായിട്ട് ആ 13 ഉണ്ടാവും. അപ്പൊ നമ്മൾ വരയ്ക്കുന്ന സമയത്ത് 12ന്റെയും 14ന്റെയും നടുവിലായിട്ട് നമുക്ക് വരും. ഓക്കെ, മാർക്ക് ചെയ്ത് വെച്ച് നോക്കിക്കോ. 12ന്റെയും 14ന്റെയും നടുവിലായിട്ട് നമുക്ക് 13 ഉണ്ടാവും. ഇങ്ങനെ കിട്ടും നമുക്ക് 13ന്റെ ആൻസർ. വരയ്ക്കുന്ന അറിയാലോ, ഇത് ഇതിനോട് ചേർത്താണ് വരയ്ക്കേണ്ടത്. സ്പേസ് ഇട്ട് വരയ്ക്കരുത്, ഗ്യാപ്പ് ഇട്ട് വരയ്ക്കരുത്. ഹിസ്റ്റോഗ്രാം ഇങ്ങനെ ചേർത്താണ് നമ്മൾ റെക്ടാംഗിൾ വരയ്ക്കേണ്ടത്. അടുത്തത് നമുക്ക് കിട്ടുന്നത് 18 കിട്ടണം. അത് എത്രയാ? 50 to 60 വരെ 18 ഉണ്ട്. 18 നമുക്ക് നേരെ കൈ തന്നെ 18 ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് 18ന്റെ വരയ്ക്കാം. ഇതാണ് അടുത്തത്. 18ന്റേത് നമ്മൾ വരച്ചു വെക്കുന്നു. റെഡി? അപ്പൊ മൂന്നാമത് വരച്ചു കഴിഞ്ഞു. 50 to 60 18 ആണ് കറക്റ്റ്. നമ്മൾ 18 മാർക്ക് ചെയ്തിരിക്കുന്നു. എടാ മക്കളെ മനസ്സിലാവുന്നില്ലടാ, നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ. ക്ലിയർ ആയി കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾ ഇവിടെ നോക്കുക, എന്നിട്ട് അടുത്ത് നിങ്ങൾ വരയ്ക്കുക. അടുത്ത എത്രയാ? 5 5 10. അപ്പൊ അവിടെ 10 കിടക്കുന്നുണ്ട്. 60 to 70 10 ആണ്. 10 ഇവിടെ കറക്റ്റ് ഉണ്ടാവുമല്ലോ. അതാ 10 ഇവിടെ ഉണ്ട്. 10 ഇവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് 10 വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് 10 കിട്ടിയിരിക്കുന്നു. അപ്പൊ അതും കണക്റ്റ് ആയേ. ഇതാ ഇവിടെ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ കറക്റ്റ് വരയ്ക്കണേ. 10 നമ്മൾ ഫില്ല് ചെയ്തു. ലാസ്റ്റ് ഒറ്റ ഒന്നുകൂടെ ബാക്കിയുള്ളൂ. ഏതാ? അത് 1 തന്നെയാണല്ലോ. 70 to 80 വരെ ഒരൊറ്റ ആളേ ഉള്ളൂ. 70 to 80. എടാ 0ന്റെയും 2ന്റെയും ഇടയിൽ 1 ഉണ്ടാവും. അപ്പൊ 70 to 80 വരെയുള്ള ആ 1 ഇതാ ഇവിടെ ഉണ്ടാവും. 1. അപ്പൊ എല്ലാ ആളുകളെയും നമ്മൾ വരച്ചു. ഇങ്ങനെ ഹിസ്റ്റോഗ്രാം വരച്ചാൽ നമുക്ക് എന്താ യൂസ്? നമുക്ക് നോക്കിക്കൊണ്ട് ഡാറ്റയെ അനലൈസ് ചെയ്യാൻ പറ്റൂടാ. ജസ്റ്റ് ഇതിലേക്ക് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാവും. നോക്ക്, ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് വരുന്നത് എവിടെയാ? 50 to 60 വരെ. 50 മുതൽ 60 വരെ 18 ആളുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല. 50 മുതൽ 60 വരെ അങ്ങനെ ജോയിൻ ആക്കി വരയ്ക്കുന്നത് കൊണ്ടാ, അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കുന്നത്. അങ്ങനെ ക്ലാസ് ആയി തന്നതിനെ കൊണ്ടാ 50 to 60, 60 to 70 അങ്ങനെയല്ലേ നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടുപ്പിച്ച് തന്നെ കറക്റ്റ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് വരച്ചു വെക്കേണ്ടത്. എല്ലാം കറക്റ്റ് ക്ലിയർ ചെയ്യുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ മതി. നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ വന്നിട്ടുണ്ട്. ടേബിൾ ചെയ്ത് നമ്മൾ അത് ഫ്രീക്വൻസി ടേബിൾ ആക്കി. ഇത് അതേപോലെ ഇതാ 30 40 എന്നുള്ള പരിപാടി ചെയ്തു. അങ്ങനെ നമ്മൾ ക്ലാസ് ടൈപ്പ് ആക്കി മാറ്റി. അതിനുശേഷം നമ്മൾ ഹിസ്റ്റോഗ്രാമും വരച്ചു. 2 ക്വസ്റ്റ്യനും നന്നായി ചെയ്തു പഠിക്കുക. ഒരു സംശയം ഉണ്ടാവരുത്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.